ആ പത്രം ഒന്നിങ്ങ് തരൂ. എങ്ങനെ? ആ പത്രം ഒന്നിങ്ങ് തരുമോ? ഞാൻ കാറ്റ് കൊണ്ടോണ്ടിരിക്കല്ലേ, വായിച്ചോണ്ടിരിക്കുക പത്രം. അതെ, 2 മിനിറ്റ്, അത് കഴിഞ്ഞ ചേട്ടൻ വായിക്കാം. ബുദ്ധിമുട്ടാ, ഞാൻ വായിച്ചിട്ട് നീ നോക്കിയാ മതി. അല്ല കൊച്ചമ്മ, അത്യാവശ്യം ലോട്ടറിയുടെ കേസാണ്. ലോട്ടറിയുടെ കേസ്? അവിടുത്തെ അത് നിനക്ക് പിന്നെ അങ്ങോട്ട് നോക്കിക്കൂടെ? ഓ, ഞാൻ ഈ ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേലക്കാരനെ വേറെ നോക്കണമല്ലോ. അയ്യാ, അത്രക്ക് ജയിലായി പോയത് നിനക്ക് ഈ വീട്. പിന്നെ ഇപ്പഴേ അങ്ങ് വയ്ക്കോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ അതുകൊണ്ടാണോ പത്രം തന്നെ 2 മിനിറ്റത്തേക്ക് പത്രം തന്നോണ്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ പോലും കൊച്ചമ്മ. അതും തരണം, ഞാൻ നോക്കിട്ട് അപ്പോഴങ്ങ് തന്നേക്കാം. ഞാൻ ടിക്കറ്റ് കൊണ്ടോ എന്റെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി തരാം. കൊണ്ടാ. ശരി. കൊണ്ടുവാ. അപ്പേ ഒന്ന് എടുത്തോട്ടെ. കിട്ടിയാ 4-ാമത്തെ പേജ് കാണാം. അത് തന്നെ. എന്തോന്നടാ കമ്പനിയുടെ പേരെന്തോന്നു? സുകന്യ ലോട്ടറി. സുകന്യ ലോട്ടറി. ലോട്ടറി. NH 754674. NHO? ഒന്നാം സമ്മാനം നോക്കണം. ഒന്നാം സമ്മാനം നോക്കട്ടോ. 75 ലക്ഷം അല്ലേ? അതെ 75 ലക്ഷം. ഒന്നാം സമ്മാനം 75 ലക്ഷം. NH 754674. NH ഉണ്ട്. അടുത്ത MC ഉണ്ടെന്ന് പറയാൻ വരികയായിരിക്കും. നീ അത് നോക്കിയാ മതി. NH 754674. NH 754674. NH 7546 ഉണ്ട്. 75 ഉണ്ട്. അടുത്ത 46. 46 ഉണ്ട് കൊച്ചമ്മ. അല്ല, ബാക്കി ഇവിടെ പറ കൊച്ചമ്മ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരിക്കലും പറയാം. NH 7546 അതുവരെ ഉണ്ട്. ബാക്കി കൂടെ പറ. 74 കൂടെ പറ. 74 ലാസ്റ്റ് 74. അയ്യോ, 19 ആയിപ്പോയി. പോയല്ലേ? അവസാനത്തെ 2 ശരി, അവസാനത്തെ 4674. 1000 രൂപ കിട്ടണം. അതുകൊണ്ടാ നോക്കണം കൊച്ചമ്മ. 4674 1000 രൂപ. 4674 അതില്ലേ? ഇല്ല. അപ്പൊ 500 നോക്കണം കൊച്ചമ്മ. 4674 നോക്കണം കൊച്ചമ്മ, പ്ലീസ്. 4674 ഇല്ല. 100 നോക്കിയാണ് കൊച്ചമ്മ. ചിലപ്പോ അതായിരിക്കും, അതായിരിക്കാനുള്ള സാധ്യത. 4674 100 കാണും കൊച്ചമ്മ. 4674 100 രൂപ. 46 100 ഇല്ലടാ. 50 ഇല്ലല്ലേ ഇതില്? അല്ല 50. എന്നാ ഒരു കാര്യം ചെയ്യും, 1 രൂപ ഉണ്ടോ? നീ വല്ല ചായക്കടയിൽ കൊണ്ടുപോയി നോക്കടാ. അതുകൊണ്ട് എന്താ വായിച്ചോണ്ടിരുന്ന സംഭവം? പത്രത്തിൽ എന്തോ വായിച്ചോണ്ടിരുന്നു. അത് പറയട്ടെ. അത് ഞാൻ നിന്റെ അടുത്ത് അല്ലെങ്കിൽ പറയാനാണ് ഇരുന്നത്. നാളെ നീ എന്റെ കൂടെ ഒരു ഫംഗ്ഷന് വരണം. എന്താ ഫംഗ്ഷൻ? അയ്യടാ, അങ്ങനെ നീ കാണി ആപ്പ ഫംഗ്ഷൻ ഒന്നും അല്ല. ജില്ലാ കളക്ടർ ഞാന് ഒരു വലിയ ഫെസ്റ്റ് നടക്കുകയാണ്. വേണമെങ്കിൽ നിനക്കൊരു പാട്ട് പാടാം. ഓയ്യോ, സത്യം? എങ്കിൽ ഞാൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഈ കണാകുണ ഇങ്ങനൊന്നും വരുന്നല്ല. അന്തസ്സായിട്ട് സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്ത് വരണം. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ പറയാ, എവിടെയാണ് ഡ്രസ് ചെയ്യേണ്ടത് നിനക്ക് അറിയാൻ വയ്യ. വേണ്ടാത്തടത്ത് വേഷം കിട്ടും, വേണ്ടുന്നിടത്ത് കൂതറയായിട്ടും വരും. അങ്ങനെ വരരുത്. ഞാനേ നല്ല രീതിയിൽ വരണം. അല്ല കൊച്ചമ്മ ഇങ്ങനെയാണോ പോണത്? ഇങ്ങനെയെന്ന് പറഞ്ഞാ അല്ല, 2-3 മുടി നരച്ചേക്കുന്ന കൊച്ചമ്മ. 2-3 അല്ലടാ, അകത്തോട്ടൊക്കെ മുഴുവൻ നരാന. വയസ്സായില്ലേ? അല്ല, എന്നാലും കൊച്ചമ്മ മറ്റേ കളക്ടറൊക്കെ വരെയില്ലേ? ഇപ്പോൾ കൊച്ചമ്മ നരച്ച മുടിയായിട്ട് പോകണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, മറ്റേ ഡൈ ചെയ്യാനുള്ള സാധനം കൂടെ വാങ്ങിച്ചോണ്ട് അതും ഡൈ. അതൊക്കെ എനിക്ക് ശരിയാവൂല. അത് തലമുടി പൊക്കി നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നരച്ചിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അടിക്കുമ്പോൾ ചെറുതായിട്ട് പുറമെ അടിച്ചാൽ മതി. മാനക്കേട് ഇവിടെ ഉള്ള ആരും അറിയണ്ട. ഞാൻ കൊണ്ടുവരാം നല്ല ക്വാളിറ്റി. അതെ, അതൊക്കെ വല്ല കുഴപ്പമാവോ? ഒരു കുഴപ്പമാവൂല കൊച്ചമ്മ, പേടിക്കണം. ഞാൻ വാങ്ങിച്ചോണ്ട് വെളിയിൽ പറയണ്ട കേട്ടാ. നല്ല ഇനം നോക്കി വാങ്ങിച്ചു. പിന്നെ പോകുമ്പോ അടിപൊളിയായിട്ട് പോട്ടെ കൊച്ചമ്മ. പോവാം, പക്ഷെ നീ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരില്ല. അല്ല, കൂടിയ കമ്പനിയുടെ നല്ല ടൈ നോക്കി വാങ്ങിച്ചു. ചെറുതായിട്ടൊക്കെ അടി കേട്ടാ. 50 അത് ഇല്ലെന്നുള്ളത് ഉറപ്പ് തന്നെയല്ല. ഞാൻ നിനക്ക് 50 രൂപ തരാം, നീ പോ. 50 അതിലില്ലെന്ന് ഉറപ്പ് തന്നല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.